ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ആയിട്ട് വിബ ക്രീമിനെ പറ്റിയിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ഈ ക്രീം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ +2, +1 മുതൽ യൂസ് ചെയ്യും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തുള്ളൂ. കാരണം അതിട്ടിട്ട് നമ്മൾ എന്തായാലും വെയിലത്ത് പോകും സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ. അപ്പോൾ വീട്ടിലിരിക്കുകയാണെന്നുള്ളത് സ്കിന്നൊക്കെ കെയർ ചെയ്യുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് ഡള്ളാവാൻ ചാൻസ് ഉണ്ട് ഇത് യൂസ് ചെയ്യുമ്പം. ഇപ്പം ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കാരണം ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്, 80 റുപ്പീസേ ഉള്ളൂ. ഇപ്പോൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 65 ആയിരുന്നു, പിന്നെ 70 ആക്കി, 75 ആക്കി, 80 ആക്കി, അങ്ങനെ കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആയുർവേദിക് ഷോപ്പിലാണ്, പിന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ചിലപ്പം ആയുർവേദിക് ഷോപ്പിലാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പം ഞാനെപ്പോഴും ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. അപ്പം ഞാനെപ്പോഴും 2 3 ഒക്കെ മേടിച്ച് വെക്കും. ആൻഡ് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ കൂടെ വേറെ കെമിക്കൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യരുത്. അതായത് വേറെ രീതിയിലുള്ള സിറം ഒക്കെ ഇല്ലേ, അതായത് ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് കോസാറെക്സിൻ്റെ എസൻസും പിന്നെ എൻ്റെ സിറോപ്പ് യൂസ് ചെയ്ത് വേറൊരു സ്കിൻ കെയർ രീതിയിൽ ചെയ്തപ്പോൾ എനിക്ക് നല്ല രീതിക്ക് പിമ്പിൾസ് വന്നു ഫേസിലും. പിന്നെ എനിക്ക് മനസ്സിലായി കെമിക്കൽ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സിറോ ഒക്കെ തന്നെ കെമിക്കൽ പ്രൊഡക്ട്സ് ആണ്. നൈസിനമൈഡ് ഒക്കെ ആണെങ്കിലും അത് ഇച്ചിരി കെമിക്കലി ആണല്ലോ. അപ്പോൾ ഇതൊരു ആയുർവേദിക് പ്രൊഡക്റ്റ് അല്ലേ, അതും കൂടെ കൂടാൻ നല്ലതല്ല അത്രയ്ക്ക്. അതുകൊണ്ട് ഇതും കൂടെ മാറ്റി നിർത്തിയിട്ട് വേണം. ഒന്നെങ്കിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ അതൊക്കെ നിർത്തിയിട്ട് വേറൊരു സൈഡിലായിട്ട് ഇത് മാത്രമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ശരിക്കും സ്കിന്ന് ഭയങ്കര ഗ്ലോ ആവും. പിന്നെ ഓയിലി സ്കിന്നായിട്ട് ഒരിക്കലും ഇത് ഉപയോഗിക്കരുത്, കാരണം ഭയങ്കര ഓയിലിയാണ് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ. എൻ്റെ ഒരു ഡ്രൈ ടു നോർമൽ സ്കിന്നാണ്, അതുകൊണ്ട് എനിക്കിത് ഓക്കെയാണ്. ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് റിസൾട്ട് അല്ല കിട്ടുന്നത്, പണിയാണ് കിട്ടുന്നത്. ചില ഓയിലി സ്കിന്നുകാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് റിസൾട്ട് ചിലപ്പോൾ അവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെ നല്ല റിസൾട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 75-80 റുപ്പീസ് അല്ലേ ഉള്ളൂ. ആ രൂപയ്ക്ക് നമ്മൾ ഒരുപാട് വലിയ പ്രൊഡക്ട്സ് മേടിച്ച് ഫേസിൽ പണി മേടിക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ് കൊണ്ട് നമ്മുടെ സ്കിന്ന് നല്ലതാക്കാൻ പറ്റും. പിന്നെ നല്ല രീതിക്ക് ബ്രൈറ്റൻ ആക്കും കേട്ടോ, ഫെയർ ആക്കും നമ്മുടെ സ്കിന്ന് പെട്ടെന്ന്. അതുകൊണ്ട് ഇത് നമ്മൾ രാത്രി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, രാവിലെ യൂസ് ചെയ്യരുത്. ഇതിനകത്ത് നമ്മുടെ മഞ്ഞളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ മഞ്ഞൾ ഒരിക്കലും നമ്മൾ രാത്രിയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒരിക്കലും രാവിലെ യൂസ് ചെയ്ത് പുറത്തിറങ്ങി വെയിൽ കൊണ്ട് തിരിച്ച് വരുമ്പോൾ ഡള്ളായിട്ട് അയ്യോ ഈ ക്രീം കൊള്ളത്തില്ലേ എന്ന് പറയരുത്. അപ്പോൾ നമ്മൾ നൈറ്റ് മാത്രം ഇത് യൂസ് ചെയ്യുക, ഒരു നേരം യൂസ് ചെയ്താൽ മതി. ആൻഡ് ഒരു മോയ്സ്ചറൈസറിൻ്റെ എഫക്റ്റ് ഒക്കെ തരും. മോയ്സ്ചറൈസറായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. സ്കിൻ ബ്രൈറ്റനിങ് ആക്കാൻ നല്ലതാണ്. ഞാനിത് യൂസ് ചെയ്ത് 1 വീക്കിനുള്ളിൽ തന്നെ എൻ്റെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റൻ ആയി. പിന്നെ എൻ്റെ പണ്ട് കുറയാത്ത ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ എന്ത് ചെയ്തിട്ടും മാറാത്ത ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി സ്കിന്നൊരു ഭംഗിയാക്കി. സ്കിന്നൊരിക്കലും പീലാവുന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ചില ക്രീമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പീലാവാറില്ലേ, അങ്ങനെ ഒരിക്കലും പീലാവത്തില്ല. ഇതൊരു ആയുർവേദിക് ആയതുകൊണ്ട് ഒത്തിരി സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ആക്ച്വലി പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിന്ന സമയത്താണ് ആ ഒരു വീഡിയോ എടുക്കാം, ഇതിനെ പറ്റിയിട്ട് എടുക്കാം, കാരണം ഇത്തിരി കാര്യമില്ലേ പറയാനുള്ളൂ വിചാരിച്ചത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ധൃതി പിടിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ലോണം ഗ്ലോ ആക്കും. അത് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കിക്കോ. ചിലവർക്ക് ഇത് നല്ലതായിട്ട് വർക്ക് ആവാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും നമ്മുടെ സ്കിന്ന്. ഭയങ്കരമായിട്ട് ഓയിലി ആക്കും. അപ്പം ഡ്രൈ സ്കിന്നാർക്ക് ഇത് യൂസ് ചെയ്യണം. ചില ആൾക്കാർക്ക് പൊരിഞ്ഞൊക്കെ ഇരിക്കത്തില്ലേ സ്കിന്നൊക്കെ, അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യണം, ഭയങ്കരമായിട്ട് വർക്കാവും. ആ പൊരിച്ചിലൊക്കെ മാറിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ നല്ല ഗ്ലോ വരാനൊക്കെ നല്ലതാണ്. ഡള്ളായിട്ടിരിക്കുന്ന സ്കിന്നൊക്കെ മാറ്റി നല്ല ഗ്ലോ ആയിട്ട് ഹെൽത്തി ആയിട്ട് വെക്കും നമ്മുടെ സ്കിന്ന് ഈ ഒരൊറ്റ പ്രൊഡക്റ്റ്. ഞാൻ പറയുന്നത് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പറ്റുന്ന പോലെ ഫേസ് വാഷും അല്ലെങ്കിൽ ഇതും മാത്രമായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നില്ലേ, പിമ്പിൾസ് ഒക്കെ ഉള്ള, ഇതിൽ പറയുന്നത് പിമ്പിൾസ് മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലവർക്ക് നല്ല ഒരു 90% 80% ആൾക്കാർക്കും ഇത് യൂസ് ചെയ്തിട്ട് ചെറിയ രീതിക്ക് പിമ്പിൾസ് ഒക്കെ വരും. പക്ഷെ ഇത് പെട്ടെന്ന് പോകും കേട്ടോ. യൂസ് ചെയ്യുന്ന സമയത്ത് പിമ്പിൾസ് വരും. പിന്നെ നമ്മുടെ സ്കിന്നുമായിട്ട് ഇത് യോജിച്ച് പോകുമ്പോൾ നന്നായിട്ട് റിസൾട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഒരുപാട് പിമ്പിൾസ് ഉള്ള ആൾക്കാരൊന്നും ഇത് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്.
വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കിക്കോ. ഇതിൽ പറയുന്നത് നമ്മുടെ പിമ്പിൾസ് ഒക്കെ മാറ്റും എന്നാണ്. എനിക്കിങ്ങനെ തോന്നാറില്ല. പിമ്പിൾസ് വരാനുണ്ടെങ്കിൽ വരും, അല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നും തോന്നാറില്ല. പക്ഷെ സ്കിൻ എന്തായാലും ബ്രൈറ്റൻ ആക്കും കേട്ടോ, അത് ഞാൻ പറയുന്ന കാര്യമാണ്. ഇത് 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. എൻ്റെ അമ്മയ്ക്ക് ഇത് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നൊക്കെ, കാരണം അമ്മ വേറെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ലല്ലോ, നമ്മളല്ലേ ഇങ്ങനെ ഓരോരോ പ്രൊഡക്ട്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പണി കിട്ടും. അതായത് ഇന്ന് വേറെ സിറം, മറ്റന്നാൾ വേറെ സിറം, അങ്ങനെ യൂസ് ചെയ്ത് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല രീതിക്ക് പണി കിട്ടും. അല്ലാതെ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യണം, നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ. പിന്നെ ഫേസ് വാഷിന് പകരം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഫേസ് വാഷ് പൊടിയില്ലേ, പൗഡർ, അത് യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ട് വരും. അല്ലെങ്കിൽ നോർമൽ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നൈറ്റ് ഇതിട്ടിട്ട് കിടന്നുറങ്ങുക, രാവിലെ ആകുമ്പോൾ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. നൈറ്റ് മാത്രം യൂസ് ചെയ്യുക കേട്ടോ ഇത്, രാവിലെ യൂസ് ചെയ്യാതിരിക്കുക. രാവിലെ ഇറങ്ങുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ട് പോവുക. ഇത് യൂസ് ചെയ്തിട്ട് ബ്രൈറ്റ് ആയിട്ട് പെട്ടെന്ന് ഡള്ളാവും. ഓക്കെ, ഡള്ളാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിലത്ത് പോകുന്നതുകൊണ്ട് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും കേട്ടോ. വെയിലത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സൈഡ് എഫക്റ്റ് വന്ന പോലെ ചിലർക്കൊക്കെ വന്നിട്ടുണ്ട്, ഈ റെഡ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പോവുക. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റാണ്. ആ കാര്യം ചെയ്യാതിരിക്കുവാണെങ്കിൽ നമ്മൾ ഈ ചെയ്തതെല്ലാം വെറുതെ ആവും, ഡള്ളായിട്ട് വരും പെട്ടെന്ന്. അതായത് ഇത് യൂസ് ചെയ്യേണ്ടായിരുന്നു എന്ന് വിചാരിച്ചു പോവും. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്നൊരു പ്രൊഡക്റ്റാണ്. ഇത് യൂസ് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ മാറ്റി വെക്കുക കുറച്ച് നാളത്തേക്ക്. ആ സമയത്ത് ഇത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. അതായത് ടോണർ പോലും ഇടണ്ട നിങ്ങൾ. ടോണറും മോയ്സ്ചറൈസറും സീറോ ഒക്കെ മാറ്റി വെക്കുക. എന്നിട്ട് ഇത് മാത്രം യൂസ് ചെയ്യുക. നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും. ആദ്യ സമയത്തൊക്കെ ചെറിയ 1-2 കുഞ്ഞി പിമ്പിൾസ് ഒക്കെ വരും. അത് കുഴപ്പമില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ ശരിയായി വരും. ഒരു ദിവസത്തേക്കൊക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടോ ആ പിമ്പിൾസൊക്കെ. അത് പിറ്റേ ദിവസം നമുക്ക് കാണത്തോലും ഉണ്ടാവത്തില്ല ആ പിമ്പിൾസൊക്കെ. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 80 rupees അല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, അത് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സ്കിന്നിൽ ബ്രൈറ്റൻ ആക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇത്രയും വീഡിയോ ഇതൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെയാണ് വീഡിയോ ഇതിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിനെ പറ്റിയിട്ട് വേറെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാട്ടെ, ഞാൻ റിപ്ലൈ തരാം. ബൈ.